ഈ കഴിഞ്ഞ ദിവസമാണ് കാലാഗി മേഖലയിൽ കാട്ടാനയെത്തി 2 പശുക്കളെ ചവിട്ടിക്കൊന്നത്. ദിനംപ്രതി മലയോര മേഖലകളിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് തടയിടാൻ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ ശക്തമായി ഇടപെടണമെന്ന് കാലാങ്കി വാർഡ് മെമ്പറും അറിയിച്ചു. ഉളിക്കൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് കാലാങ്കി ഭാഗത്ത് നിരന്തരമായ കാട്ടാനയുടെ ശല്യമാണ്. അത് പകലെന്നില്ല രാത്രിയെന്നില്ല എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് കശുവണ്ടിയും ഈ ചക്കയും മാങ്ങയൊക്കെ ആയത്തേക്ക് ഫോറസ്റ്റിൽ ആനയ്ക്ക് തീറ്റയില്ലാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ആന വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയാണ്. ഇന്നലെ തന്നെ ചെറിയ സമയത്തിൻ്റെ ക്യാപ്പിലാണ് ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഇന്നലെ പള്ളി ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ധ്യാനം കൂടാൻ പോകുമ്പം വഴിയുടെ അടിയിൽ ഈ ആനയുണ്ടായിരുന്നു. വഴിയെ ആൾക്കാർ നടന്നു പോകുമ്പം ഈ പശുവിനെ ശ്രദ്ധിച്ചതിൻ്റെ ഒരാളെ ശ്രദ്ധിക്കാതെ അങ്ങനെ ബൈ ചാൻസിലാണ് ആളുടെ ജീവൻ രക്ഷപ്പെട്ടത്. കാര്യം അവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. 47 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഭാഗത്ത് മുടക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫെൻസിങ് വലിച്ച ബൗണ്ടറിയിൽ നിന്ന് 4 മീറ്റർ ദൂരെയുള്ള അവരുടെ കൃഷിക്കാരുടെ സർവ്വ കൃഷികളും എല്ലാം നശിപ്പിച്ചിട്ടാണ് ഈ ഫെൻസിങ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നാട്ടുകാരത് മുറിച്ച് മാറ്റി നല്ല വൃത്തിയാക്കി ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥ. അങ്ങനെ തന്നെ നാട്ടുകാർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊന്നും ജനങ്ങൾക്ക് ഇന്നും കിട്ടുന്നില്ല. ഫെൻസിങ്ങിൽ ചാർജില്ല, കറണ്ടില്ല. ഇന്നും മൃഗങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഏത് സമയത്താണ് ഈ എപ്പോഴാണ് ആളുടെ ജീവൻ പോകുന്നതെന്ന് അറിയത്തില്ല. അന്നേരമായിരിക്കും ചിലപ്പം ഭരണാധികാരികൾക്കും ജീവനക്കാർക്കും എല്ലാം ബോധ്യം വരിക. അതുവരെ ഇങ്ങനെ പോകും. ഇതാണ് നിലവിൽ. ഇതിനെ ഈ വേലി സംരക്ഷിക്കണം. വേലി സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വേലി സംരക്ഷിച്ചില്ലെങ്കിൽ ലൈനിൽ ചാർജ് ഉണ്ടാവില്ല. ലൈനിൽ ചാർജ് ഇല്ലെങ്കിൽ മൃഗങ്ങൾ ഏത് സമയവും വന്ന് കയറിപ്പോവും. ഫോറസ്റ്റിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നിലയിൽ വെള്ളമില്ല, തീറ്റയില്ല. അതിൻ്റെ പേരിൽ മൃഗങ്ങൾ കൂടുതൽ ഈ ആനകളെല്ലാം ഇങ്ങോട്ട് വരുന്നു. ആറളം ഫാമിൽ നല്ല ഓടിച്ചു വിട്ട ആനയാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ആന ഭയങ്കര വാശിയുള്ളതും വൈരാഗ്യമുള്ള ആനകളാണ്. വീറോടെയാണ് അവർ ആളുകളെ മണം പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ഓടിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ നേരെ ആന ഇങ്ങോട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് സാഹചര്യം. ഇതിന് ഈ വേലി സംരക്ഷിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇത് വൻ നാശത്തിലേക്ക് പോകുള്ളൂ. ആളുടെ ജീവനിൽ തന്നെ പോകും. ഇതാണ് നമുക്ക് പറയാനുള്ള. വേലി സംരക്ഷിക്കണം. അതിനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനവാസ മേഖലകളിലെത്തി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി ഏജന്റ് ന്യൂസിനോട് പറഞ്ഞു. ഈയിടെയായിരുന്നു കാലാങ്കിയിൽ പശുവിനെ ആക്രമിച്ച് വന്യജീവി കാട്ടാനകളൊക്കെ ആക്രമിച്ചു. അപ്പോൾ ഈ നിരന്തരമായിട്ട് ഇങ്ങനെയൊരു സംഭവങ്ങൾ തുടരുമ്പോൾ അതിനെന്തൊക്കെ ഒരു നടപടി എന്തെങ്കിലും എടുക്കാം? കാലാങ്കി നമുക്കറിയാം, നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് സോളാർ സംവിധാനത്തിലൂടെ കാട്ടുമൃഗങ്ങളെ ചേർത്ത് നിൽക്കുന്നതിനുള്ള സോളാർ ഫെൻസിങ്ങിൻ്റെ ഇവിടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 14.5 കിലോമീറ്റർ ദൂരം നമ്മൾ ഇപ്പോൾ സോളാർ വേലി വരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ 1.5 കിലോമീറ്ററും കൂടെ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടെ ചെയ്തതിന് ശേഷമേ നമുക്ക് പൂർണ്ണമായിട്ടും ഫെൻസിങ്ങിൻ്റെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു 15 ദിവസം കൂടെ കാലതാമസത്തിനുള്ളിൽ നമ്മളത് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അത് തൊട്ടിപ്പാലം മേഖലയിൽ ഒരു 1.5 കിലോമീറ്റർ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് വിഷയം. ഇപ്പോൾ കാലാങ്കി മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ബാക്കി കാലാങ്കി ആ ഒരു ചെറിയ സ്പോട്ടല്ലാതെ ബാക്കി ഏരിയയിൽ ഇപ്പോൾ നിലവിൽ കറണ്ട് കണക്ഷനുണ്ട്. അത് ഫെൻസിങ് ചാർജ് ഉള്ളതാണ്. പക്ഷേ ഈ വിനോദസഞ്ചാരികൾക്ക് വരേണ്ട ഒരു ഏരിയ മാത്രം അത് ടൈമർ വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ ടൈമിന് മുമ്പ് ആണ് ഈ ആന കടന്നു വന്നത്, അതായത് 6 മണിക്ക് മുമ്പ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയൊരു സംഭവ വികാസം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും സോളാർ ഫെൻസിങ് പൂർണ്ണമായും എല്ലാ ടൈമിലും ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നലെ പറമ്പിൽ കെട്ടിയിരുന്ന 2 പശുക്കളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അത് കാണുമ്പോൾ വലിയ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. ഒരിക്കലും വിചാരിച്ചില്ല. എങ്ങനെയായാലും സോളാർ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ നിരന്തരമായിട്ട് ഇപ്പോൾ കാലാങ്കി മാത്രമല്ല, നമ്മൾ ആറളത്തൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിരന്തരമായിട്ട് ഇത് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്തായാലും ആൾക്കാർക്കൊന്നും ഭയം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ആനകൾക്ക് ഇങ്ങനെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യവാസ മേഖലയിലേക്ക് കടക്കണക്ക് എന്തെങ്കിലും വേറെ ചെയ്യാം? നമ്മൾ കൂടുതലായിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക. പിന്നെ പടക്കവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനയെ ഭയപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ജനങ്ങൾ ബഹളം വെച്ച് ഓടിക്കുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് പുള്ളി സപ്പോർട്ടുണ്ട്. എപ്പം വേണമെങ്കിലും വിളിച്ചാൽ അവരെത്തും. വേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പിന്നെ നമ്മളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ, ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഏരിയ സന്ദർശിച്ചപ്പോൾ ആ സ്ഥലമൊക്കെ കശുമാവ് തോട്ടങ്ങളാണെങ്കിലും മുഴുവൻ കാട് വളർന്ന് വന്തലിച്ച് വനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ ഏരിയ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുക. എന്നിട്ട് കാട് വെട്ടിത്തെളിച്ച് നമ്മുടെ ഓരോ ഏരിയ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. അത് പഞ്ചായത്ത് അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. നിലവിൽ എല്ലാവരും കാടുകൾ വെട്ടി വൃത്തിയാക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരിൽ നിന്നും ആ ഒരു തുക ഈടാക്കാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനോട് ജനങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്ന ഈ അവസരം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പടക്കങ്ങളൊക്കെ ഒന്ന് കയ്യിൽ കരുതുക. എന്തായാലും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിലും പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ നവനീതിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്.